നമുക്കിനി പറയാനുള്ളത് കോൺകേവ് കോൺവെക്സ് ലെൻസുകളുടെ ഒരു പ്രത്യേക സ്വഭാവത്തെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളിവിടെ ഹെഡിങ് എഴുതിയിരിക്കുന്നു, കൺവേർജിങ് ആൻഡ് ഡൈവേർജിങ് ആക്ഷൻ ഓഫ് ലെൻസസ്. കൺവേർജിങ് അഥവാ ഡൈവേർജിങ്, ഈ രണ്ട് സവിശേഷതകൾ നമ്മുടെ ലെൻസുകൾക്കുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കതിനെ ആധികാരികമായിട്ട് നോക്കുമ്പോൾ ഞാനിവിടെ ഒരു കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും വരച്ചിരിക്കുന്നു. കോൺവെക്സും കോൺകേവും വരച്ചിരിക്കുന്നു. കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഒപ്റ്റിക് സെൻറ്റർ ഓയിലൂടെ കടന്നു പോകുന്ന പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. സോ ലൈറ്റ് റേസ് കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ശ്രദ്ധിക്കണം, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഓർ ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ ലെൻസ്, the light rays are converges to a common point, as we can observe from the figure. Light rays coming parallel to principal axis converges to a common point. So convex lens in converging action അല്ലെ, ഒരു ബിന്ദുവിലേക്ക് കൺവേർജ് ചെയ്യുക, കേന്ദ്രീകരിക്കുക, കൺവേർജ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയുള്ള ലൈറ്റ് റേസ് ആണെന്ന് ശ്രദ്ധിക്കണം. ലൈറ്റ് റേസ് എങ്ങനെയാണ് വരുന്നത്? പാരലൽ. പാരലൽ എന്തിന് പാരലൽ? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേസ്, ദാ പാരലൽ ലൈറ്റ് റേസ് ഞാൻ 4 ഇവിടെ കാണിച്ചിരിക്കുന്നു. ലെൻസിലൂടെ കടന്നതിന് ശേഷം what happens? Converges to a common point. So കോൺവെക്സ് ലെൻസിന് എന്ത് ആക്ഷൻ ഉണ്ട്, എന്ത് സവിശേഷതയുണ്ട് എന്ന് നമുക്ക് പറയാം? കൺവേർജിങ് എന്ന് പറയുന്ന ഒരു സവിശേഷതയുണ്ട് എന്ന് പറയാം. ദ എബിലിറ്റി ഓഫ് കോൺവെക്സ് ലെൻസ് ഈസ് കോൾഡ് കൺവേർജിങ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൺവേർജിങ് ലെൻസ്. അതേപോലെ തന്നെ ഒരു കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആക്ഷനാണ് ഡൈവേർജിങ് ആക്ഷനാണ് അതിനുള്ളത്. ഡൈവേർജ് ചെയ്യുക പറഞ്ഞാൽ ഒരു കോമൺ പോയിന്റിൽ നിന്നും അകന്നു പോവുക. ഒരു കോമൺ പോയിന്റിൽ നിന്നും അകന്ന് പോകുന്നതിനെ പറയുന്ന പേരാണ് ഡൈവേർജിങ് ആക്ഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് റേസ് ആർ കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. എഗെയിൻ അവിടെയും ലൈറ്റ് റേസ് എങ്ങനെ തന്നെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്നു. നമുക്ക് തോന്നുന്നത് അപ്പിയേഴ്സ് ടു ബി അല്ലെങ്കിൽ വി ഫീൽസ്, നമുക്ക് എന്താ തോന്നുന്നത്? അതേ സൈഡിൽ, ശ്രദ്ധിക്കണം, അതേ സൈഡിൽ ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നു. ഇറ്റ്സ് അവർ ഫീലിംഗ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. അതുകൊണ്ടാണ് നമ്മൾ ഡോട്ടഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വൽ പാത്ത് ഈസ് ലൈക്ക് ദിസ്, ബട്ട് വി ഫീൽസ് ദാറ്റ് the light rays are appears to move from a common point on the same side in which light rays are coming. ലൈറ്റ് റേസ് വരുന്ന ഏത് സൈഡിൽ നിന്നാണോ പാരലൽ ലൈറ്റ് റേസ് വരുന്നത്, അതേ സൈഡിലുള്ള ഒരു കോമൺ ബിന്ദുവിൽ നിന്നും അകന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അകന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. സോ ഒരു കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഡൈവേർജിങ് ആക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ അതിനെ ഡൈവേർജിങ് ലെൻസ് എന്നും നമുക്ക് പറയാൻ പറ്റും. സോ കോൺകേവിനെ നമുക്ക് എന്തോന്ന് പറയാം? ഡൈവേർജിങ് ലെൻസ് എന്ന് പറയാം. കോൺവെക്സ് കൺവേർജിങ് ലെൻസും കോൺകേവ് ഡൈവേർജിങ് ലെൻസും ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? നമ്മൾ വിചാരിക്കുന്നു ഒരു ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സ്മോൾ ആംഗിൾ പ്രിസംസ്. ഓരോരോ ലെൻസും ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ലാർജ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സ്മോൾ ആംഗിൾ പ്രിസം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ഇൻ കോൺവെക്സ് ലെൻസ് ഇറ്റ്സ് ഓൾസോ മെയ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ ആംഗിൾ പ്രിസംസ്. ആ പ്രിസത്തിൻ്റെ ബേസ് ഓഫ് ദാറ്റ് പ്രിസം ഈസ് ടുവാർഡ്സ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. അതുകൊണ്ട് അത് ഇങ്ങനെ വന്ന് ഇവിടേക്ക് മുട്ടും. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഓരോ ലെൻസും ഉണ്ടാക്കിയിരിക്കുന്നത് ഡിഫറെൻറ്റ് സ്മോൾ ആംഗിൾ പ്രിസം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. കോൺവെക്സിൻ്റെ കാര്യത്തിൽ ആ പ്രിസത്തിൻ്റെ ബേസ് പ്രിൻസിപ്പൽ ആക്സിസിലേക്കാണെന്ന് പറയുന്നു. സോ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഇനി കോൺകേവിലാവുമ്പോഴോ ഇറ്റ്സ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ ആംഗിൾ പ്രിസംസ്.
ആ പ്രിസത്തിൻ്റെ ബേസ് വരുന്നത് എവേ ഫ്രം പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഹാപ്പനിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷനാണ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം, കൺവേർജിങ് ആൻഡ് ഡൈവേർജിങ് ആക്ഷൻ. അപ്പോൾ ലെൻസിനെ നമുക്ക് ഒന്നുകൂടി പറയുമ്പോൾ കൺവേർജിങ് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഉള്ളത്? അത് കോൺവെക്സിനാണ് ഉള്ളത്. കോൺവെക്സ് ലെൻസിനാണ് കൺവേർജിങ് ആക്ഷൻ ഉള്ളത്. ഡൈവേർജിങ് ആക്ഷൻ ആർക്കാണ് ഉള്ളത്? ഡൈവേർജിങ് ആക്ഷൻ കോൺകേവ് ലെൻസിനാണ് ഡൈവേർജിങ് ആക്ഷൻ ഉള്ളത്. അത് നമുക്കൊരു പ്രിസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരാളെ പ്രിസത്തിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ പ്രിസം. നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഇങ്ങനെ വരുന്നത് ലൈറ്റ് റേസ് ബേസിലേക്ക് ടുവാർഡ്സ് ദ ബേസ് ബെൻഡായി പോകുന്നു. ഈ പ്രിസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. കോൺവെക്സിനെ സംബന്ധിച്ചിടത്തോളം കൺവേർജിങ് ആക്ഷൻ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് കോൾഡ് കൺവേർജിങ് ലെൻസ്. കോൺകേവിനെ സംബന്ധിച്ചിടത്തോളം ഡൈവേർജിങ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് എവേ പോകുന്നു. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡൈവേർജിങ് ലെൻസ്. ഡൈവേർജ് ചെയ്ത് പോകുന്ന ലെൻസ്. ഇറ്റ്സ് കൺവേർജിങ്, ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്ന ലെൻസ് എന്ന് നമ്മൾ പറയും. റൈറ്റ്, ഓക്കെ.